മുണ്ടക്കൈ ചൂരൽമല വയനാട് ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 12ാം നാളാണ്. റീബിൽഡ് വയനാടിനെ എങ്ങനെ വിജയകരമായൊരു ഇതിലെത്തിക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളെല്ലാവരും. ശരിക്കും വയനാടിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ മലയാളിയുടെയും ഒരു ദൗത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എവിടെ എത്തി, അദ്ദേഹം ദുരന്ത മേഖല സന്ദർശിച്ചു, ക്യാമ്പുകൾ സന്ദർശിച്ചു. അങ്ങനെ വയനാടിനായിട്ടുള്ള എല്ലാ സഹായവും കേന്ദ്ര സഹായവും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. അപ്പം അവലോകന യോഗം മുഖ്യമന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടുള്ള അവലോകന യോഗം നടന്നു. അപ്പം പ്രതീക്ഷകളേറെയാണെന്നാണ് നിലവിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വയനാടിനെ കൈപിടിച്ചുയർത്താം എന്ന ചിന്ത ഓരോ മലയാളിയും നടത്തേണ്ടതല്ലേ? ഒരു ആയുസ്സിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് ഈ പറയുന്ന ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചു പോയത്. അപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നഷ്ടമായി പോയ ആളുകളെ ചേർത്ത് പിടിക്കണം. പ്രധാനമന്ത്രി പറഞ്ഞതാണ്, നമ്മൾ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൈകോർത്തുകൊണ്ട് പുതിയ പദ്ധതികൾ നടപ്പാക്കുക. ഇപ്പോൾ അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതായിപ്പോയി. അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നവരാണ്? വണ്ടി ഓടിച്ചതാണോ, കച്ചവടം ചെയ്തതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറുകിട വ്യവസായങ്ങൾ ചെയ്തതാണോ? അതൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു ഗ്രാമം, ഒരു അങ്ങാടി, അത് മുഴുവൻ ഇല്ലാതായിപ്പോയി. അവിടുത്തെ കടകളെല്ലാം ഇല്ലാതായിപ്പോയി. അപ്പോൾ അവിടേക്ക് പ്രധാനമന്ത്രി ചെല്ലുകയാണ്. ബെയിലി പാലത്തിലേക്ക് പ്രധാനമന്ത്രി നടന്നു കയറുകയാണ്. ഈ ദുരന്ത ഭൂമിയിലൊക്കെ അദ്ദേഹം നടന്നു കയറി. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ദുരന്ത ഭൂമിയിലെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് നിന്ന് പരിഹരിക്കാം എന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതിൽ കൂടുതൽ വലിയൊരു ഉറപ്പ് ഈ പറയുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട. അവിടെ നിൽക്കുന്ന പലരും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ആ വാക്കുകളെ സ്വീകരിച്ചത്. ക്യാമ്പുകളിൽ പോയി അവിടെ കഴിയുന്നവരൊക്കെ അദ്ദേഹം കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതെ, അതുപോലെ ചെറിയ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ അത് വളരെ വ്യാപകമാണ്. എല്ലാ മാധ്യമങ്ങളിലും ഉൾപ്പെടെ അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പം അവിടേക്കുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ അവരുടെ പ്രശ്നം എന്താ? അവർക്ക് ഒരു പുനരധിവാസമാണ്. ഇപ്പോൾ ഒരു 2 ആഴ്ച, ഇപ്പോൾ 12 ദിവസം എന്ന് പറഞ്ഞില്ലേ, ഇനി ഒരു 12 ദിവസം കൂടെ കഴിഞ്ഞാൽ പോട്ടെ, ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ വിസ്മൃതി, ഈ ചിന്തയിൽ നിന്നൊക്കെ തന്നെ ഈ ദുരന്തം പതിയെ ഇല്ലാതായി പോകും. അപ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന ആരാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എപ്പോഴും സർക്കാരിൻ്റെ ശ്രദ്ധ, മറ്റ് സഹായങ്ങളൊക്കെ എപ്പോഴും അവിടേക്ക് ചെല്ലുന്നത്. ഈ മാധ്യമങ്ങൾ അവിടെ നിന്ന് മലയിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും സഹായം കിട്ടുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മാത്രമല്ല, ഒരു ടൗൺഷിപ്പ് വേറെ സ്ഥലത്ത് നിർമ്മിക്കണം, എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഈ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും വിവിധ സന്നദ്ധ സംഘടനകൾ, ബാക്കിയുള്ള വ്യക്തികൾ ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പം നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ വീടുകൾ വെച്ച് നൽകാൻ പറ്റും. ഇനി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണം, അവിടെ പ്ലോട്ടുകൾ കണ്ടെത്തിയിട്ട് എത്ര വീടുകൾ എങ്ങനെ കാറ്റഗറി ചെയ്യണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇത് കൂടാതെ ഈ പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും കാണാതായ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ ചില ആളുകളുണ്ട്. അവർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യും, എന്ത് സഹായം ചെയ്തു കൊടുക്കും, ഇതൊക്കെ നമ്മൾ ഇനി ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. അപ്പോൾ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ് ഏതാണ്ട് 40 അസാധാരണമായ ദുരന്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും അസാധാരണ ദുരന്തം. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുജറാത്തിലോ മറ്റോ ഒരു അണക്കെട്ട് ഇതുപോലെ പൊട്ടിയിരുന്നു. അന്ന് ഇതുപോലെ ഒരുപാട് പേർക്ക് ഏതാണ്ട് 12 അടി ഉയരത്തിൽ വരെ വെള്ളമൊക്കെ ഉയർന്നു പൊങ്ങി. അങ്ങനെയുള്ള ദുരന്തം ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചാണ്. 6 മാസത്തോളം ഞാൻ അവിടെ സ്വയം സേവകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഈ ദുരന്ത സ്ഥലത്തെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പ്രധാനമന്ത്രി പറയുകയാണ്, അത് കേൾക്കുന്ന ഈ കേരളത്തിലെ രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസമില്ലാത്ത എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായി തോന്നി. കാരണം ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരാളാണ്, ഒരു സ്വയം സേവകനായിരുന്നു പ്രധാനമന്ത്രി. അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയായി വന്നപ്പോഴും ഇതേപോലെ രംഗത്തേക്ക് ഇറങ്ങുന്നു. അപ്പം വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുന്നു, ഏകോപനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി കൈകോർത്ത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ ഇത് കാക്കേണ്ടത്. അതെ. ഇപ്പം നേരത്തെ തന്നെ എന്താണ് നമ്മളെ ശമ്പളം, മന്ത്രിമാരുടെയും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ ശമ്പളം മുഖ്യമന്ത്രിയുടെ CMDRF ഇടണം എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ മലയാളിയുടെയും യഥാർത്ഥത്തിൽ വയനാടിനെ എങ്ങനെ കൈപിടിച്ചുയർത്താം എന്നുള്ളത് ഓരോ മലയാളിയുടെയും ദൗത്യമാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പ്രധാനമന്ത്രി അവിടെ എത്തിയിട്ട് സൈനികർ നിർമ്മിച്ച ഈ താൽക്കാലിക പാലം, ബെയിലി പാലത്തിലൂടെ അദ്ദേഹം നടന്നു കയറി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിച്ചു. ഹെലികോപ്റ്ററിൽ വന്ന് മുകളിൽ നിന്നുള്ളൊരു വീക്ഷണം നടത്തി. താഴേക്ക് പോയാൽ അവിടെ എത്രത്തോളം വീടുകളും മരങ്ങളും ഒക്കെയാണ് മണ്ണിനടിയിൽ പൊതിഞ്ഞു കിടക്കുന്നത്, അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ദുർഘടമായ വഴി, ഇതെല്ലാം അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം
പ്രതിസന്ധിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സഹായം ചെയ്യാമോ ആ സഹായം എല്ലാം രാജ്യം ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ആശുപത്രി കഴിയുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ അസുഖം മാറിയാൽ മീൻസ് പരിക്കൊക്കെ ഭേദമായി വന്നു കഴിഞ്ഞാൽ അവർ എവിടെ ക്യാമ്പിൽ താമസിക്കും. ഇപ്പം പലതും സ്കൂളിലൊക്കെയാണ് താമസിക്കുന്നത്. സ്കൂളിൽ പഠനം നടക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവരെ ഒരു പെർമനൻറ്റ് സെറ്റപ്പിലുള്ള താൽക്കാലിക ഷെഡുകളിലേക്കെങ്കിലും മാറ്റണം. അത് നിർമ്മിക്കുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഇനി ഓണക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓണക്കാലം വരാനായിട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ കുറേ തിരക്കുകളിലേക്ക് സർക്കാർ ബാക്കിയുള്ളവരൊക്കെ മാറും. പക്ഷേ അപ്പോഴേക്കും ഇത് വിസ്മരിക്കാൻ പാടില്ല. ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് നമ്മൾ ഇവരെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിനോട് ചേർന്നുകൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമെന്നാണ് ഈ പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് പണം ഒന്നിനും തടസ്സമല്ല. അതായത് കേന്ദ്ര ഫണ്ട് എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീട് വെച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഉപജീവനം നൽകാനായിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ പിന്നെ ഷോപ്പ് ഉടമകളൊക്കെ റെഡിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഞങ്ങളുടെ കടയിൽ ജോലി നൽകാം, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായം ചെയ്ത് നൽകാം, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുക, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ, വാഗ്ദാനങ്ങൾ. അപ്പോൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്തമുണ്ടായാൽ അവർ ഇരു കൈ നീട്ടി അവരെ ചേർത്ത് പിടിക്കും. ദുരന്തത്തിൽ അഫക്റ്റഡായ ആളുകളെ ചേർത്ത് പിടിക്കും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് കൂടെ, നമ്മളുണ്ട് കൂടെ എന്ന് പറയുകയാണ്. 4 വർഷം മുമ്പും ഇതുപോലെയുള്ള ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്താ പറയുന്നത്, അവർക്ക് ആവശ്യമുള്ള ഫുഡ്, അതുപോലെ തന്നെ ഡ്രസ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് അയക്കേണ്ട. കാരണം അത്രത്തോളം അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം എത്തിക്കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജനങ്ങൾ, അല്ലെ നമ്മുടെ ഈ മലയാളികൾ എന്ന് പറയുന്നത് എത്രത്തോളം വലിയ സഹായ മനസ്കരാണ് എന്ന് ആലോചിക്കണം. ഇനിയും ഇത്തരത്തിലുള്ള വേണമെങ്കിൽ ഞങ്ങൾ പറയാം, ജില്ലാ ഭരണകൂടം അറിയിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു, മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അപ്പോൾ ഇവരുടെ എല്ലാം ഏകോപനം ഇവർ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇവിടെ വന്നതുകൊണ്ട് ഓരോ ആഴ്ച കൂടുമ്പോഴും ഇത് അവലോകനം ചെയ്യും. അവിടെ എന്തായി, എന്ത് പ്രവർത്തനങ്ങൾ നടന്നു, എന്ത് മാറ്റങ്ങൾ ഉണ്ടായത് കൃത്യമായി മോണിറ്റർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ലാഗ് ഉണ്ടായാൽ അതിനെ മറികടക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് പണം ഒരു പ്രശ്നമേ അല്ല. അത് കരുതി പുനരധിവാസം നടക്കില്ല എന്ന് കരുതരുത് എന്നാണ് മോഡി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഫണ്ട് വരും ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ വയനാട്ടിൽ എത്തുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ പുനരധിവാസത്തിനൊപ്പം തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, അവിടെയുള്ള ജനത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് പറയുന്നത് ഒരു മെന്റൽ സപ്പോർട്ടാണ്. അന്നത്തെ 30-ാം തീയതി ആ രാത്രി എന്ന് പറയുന്നത് വലിയൊരു ഭീതിയിലാണ് അതിൽ പല ആളുകളും രക്ഷപ്പെട്ടത്. അതിൻ്റെ ഒരു ഓർമ്മ അവരെ അതിനുശേഷം അവരുടെ ഉറ്റവരും ബന്ധുക്കളും മക്കളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭീതിയിലാണ് വലിയൊരു ജനം ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത്. ഏകദേശം 1000-ൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ക്യാമ്പിൽ വയനാട് തന്നെയുള്ള വിവിധ ക്യാമ്പുകളിലായിട്ട് നിലവിൽ താമസിക്കുന്നുണ്ട്. ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു പ്രൈം സ്പോട്ട് എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ പോലുള്ള പ്രദേശങ്ങളിലാണ്. അവിടെ വലിയ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ മുണ്ടക്കൈ ടൗണിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഈ പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടെ ഒന്നുമില്ല. അതായത് അവിടെ ഒരു ആദ്യമായിട്ട് ആ ഒരു സ്ഥലം സന്ദർശിക്കുന്ന ഒരാൾക്ക് ശരിക്കും അത്ഭുതമാകും, ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. അതേപോലെ തന്നെ പ്രദേശവാസികൾക്ക് ആ സ്ഥലം എത്തുന്ന ഒരു പ്രദേശവാസികൾക്ക് ശരിക്കും കണ്ടിട്ട് അത്ഭുതം തോന്നും. ഈ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രദേശമായി മാറിയിരിക്കുന്നു ഇത് എന്ന് വളരെ അത്ഭുതത്തോടെയാണ്, അല്ലെങ്കിൽ ഭീതിയോട് കൂടിയിട്ടാണ്, ഒരു പ്രേതഭൂമി പോലെയാണ് ആ സ്ഥലം അവിടെ നിൽക്കുന്നത്. ഏതാനും കുറച്ച് വീടുകൾ മാത്രമാണ് അവിടെ ഇപ്പോൾ വലിയ കേടുപാടുകളും തകർച്ചയൊന്നും സംഭവിക്കാതെ നിൽക്കുന്നത്. പക്ഷേ അവരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പല ക്യാമ്പുകളിൽ താമസിക്കുകയാണ്. അവർക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, ആ വീടിനി വേണ്ട എന്നുള്ള രീതിയിലാണ്. കാരണം ആ രാത്രിയുടെ ഒരു ഭയം അവരെ പിന്തുടരുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രദേശത്ത് ജീവിക്കുക എന്നുള്ള എല്ലാ ഭീതിയിലുമാണ് അവർ കഴിയുന്നത്. ഇപ്പം CMDRFൽ ഫണ്ട് ഇടരുത് എന്ന് പറഞ്ഞിട്ടൊരു വലിയ രീതിയിലുള്ളൊരു പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ CMDRF ഫണ്ട് ഭയങ്കര മോശമാണ്, അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് സിനുജീൻ്റെ അതിലുള്ളൊരു അഭിപ്രായം? കാരണം ഇപ്പം പ്രതിപക്ഷമടക്കമുള്ള ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം ആൻ്റണി അടക്കം CMDRFൽ ഫണ്ട് ഇടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞു, അതിന് പിന്തുണ നൽകുകയാണ്. പക്ഷെ കുറച്ച് ആളുകൾ ഇത് വളരെ ഫേക്കാണ്, ഇപ്പം മുഖ്യമന്ത്രിയുടെ CMDRFൻ്റെ ഫണ്ട് ഇടണമെന്നൊക്കെ മറ്റാൾക്കാർ പറയുന്ന പോസ്റ്റിന് താഴെയൊക്കെ നിരവധി കമൻറ്റുകളാണ്, വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിനോട് എന്താണ് അഭിപ്രായം?
അല്ല, ഈ CMDRF എന്ന് പറയുന്നത് ആ ഫണ്ടിലേക്ക് തന്നെ പണം ഇടണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ അതിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വൈഡായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം സർക്കാരിൻ്റെ നിലപാട് തന്നെ. പണ്ട് അതിനകത്ത് കുറച്ച് അഴിമതിയോ വ്യാപകമായ പരാതിയൊക്കെ ഉയർന്നിരുന്നു. അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് വിവാദമാകുന്ന ഒരു സാധനത്തിലേക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ തൊടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ കിട്ടട്ടെ, അങ്ങനെ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവരുടെ പുനരധിവാസം നടക്കട്ടെ. പിന്നെ മാത്രമല്ല, ഇവർ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും മലവെള്ളം കുത്തിയൊലിച്ചെത്തുന്ന ഒരു ഭയങ്കര വിഷ്വൽസാണ് അവർ കാണുന്നത്. അതിൻ്റെ ഒരു ട്രോമ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇനി എത്ര കാലം കഴിഞ്ഞാലും മാറില്ല. കൊച്ചുകുട്ടികളുടെ മനസ്സിൽ നിന്ന് മാറില്ല, പേരൻസിൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല, സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഒഴുകി പോകുന്ന കൺമുന്നിൽ കാണുന്ന മക്കളുടെ അവസ്ഥ മാറില്ല. അപ്പോൾ ഇവർക്കൊക്കെ ഇനി കൗൺസിലിംഗ് കൊടുത്ത് എന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുമോ? ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ പറ്റണമെങ്കിൽ അവർക്ക് അവിടെ തന്നെ താമസിച്ചാൽ മതിയോ, അത് മറ്റ് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കും, എന്ത് പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത്. അപ്പം ഈ ദുരന്ത ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കാര്യങ്ങൾ ഒരേ മനസ്സോടെ കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്ത് മുന്നോട്ട് നീങ്ങുന്നു. നമ്മളും അങ്ങനെ അവരോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം.